ടീച്ചേഴ്സ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇതേപോലെ ഒരു റിബൺ എംബ്രോയിഡറി ചെയ്തിട്ട് എങ്ങനെ ഒരു കുഷൻ മനോഹരമാക്കാം നോക്കാം. റഷ്യൻ മോഡലിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് ഇതേപോലത്തെ ഒരു കുഷൻ കവർ ഞാൻ റെഡിമെയ്ഡ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലെയിൻ ക്ലോത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും പ്ലെയിൻ ക്ലോത്ത് വേണം. അപ്പോൾ ഞാനൊരു ഗ്രേ കളർ ക്ലോത്ത് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് റെഡിമെയ്ഡ് ആയിട്ട് ഞാൻ മേടിച്ചതാണ്. പിന്നെ നമുക്ക് സാറ്റിൻ റിബൺസ് ആണ് ആവശ്യമായിട്ടുള്ളത്. സാധാരണ നമ്മുടെ തലയിൽ കിട്ടുന്ന റിബൺ അല്ല, ഇത് സാറ്റിൻ റിബൺ ആണ്. പിന്നെ നമുക്കൊരു ലൈറ്ററും അതേപോലെ തന്നെ ഒരു സിസറും ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഇതേപോലെ കാണുന്ന വലിയ ഹോളുള്ള ഒരു നീഡിൽ വേണം, എന്നാലേ നമ്മുടെ സാറ്റിൻ റിബൺ ഇതിനകത്തൂടെ കൊരുത്തെടുക്കാൻ കഴിയത്തുള്ളൂ. പിന്നെ നമുക്കൊരു സാധാരണ ടൈപ്പിലുള്ള ഒരു നീഡിലും കൂടെ ആവശ്യമായിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒരു പാറ്റേൺ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാറ്റേണിൽ വേണം നിങ്ങൾക്ക് ഈ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാർബൺ കോപ്പി വെച്ച് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വരച്ചെടുക്കാം. പെൻസിൽ വെച്ച് ഇതേപോലെ ഷേപ്പ് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇതിൻ്റെ വലിയ ഫ്ലവേഴ്സിൻ്റെ പൊസിഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ മെറൂൺ റെഡ് കളറിലുള്ള ഒരു റിബണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ റിബൺ ഇത് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സെൻറ്ററിലുള്ള റോസ് ഫ്ലവർ എടുക്കാം. അപ്പോൾ അതിൻ്റെ അറ്റത്ത് ആദ്യമായിട്ടൊരു കെട്ടിടുക, അതേപോലെ തന്നെ ഒന്ന് കരിച്ചെടുക്കണം. അപ്പോൾ അത് ലോക്കായിട്ട് കിട്ടും, നൂലൊന്നും അഴിഞ്ഞു പോകത്തില്ല. ഇനി ഇതേപോലെ സെൻറ്ററിൽ കൂടി ആ റൗണ്ടിൻ്റെ സെൻറ്ററിൽ കൂടി കുത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ആ ലൈനിലേക്ക് നമ്മൾ കുത്തി താഴേക്ക് ഇറക്കുക. അതിനുശേഷം ആ പെറ്റലിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ വിരൽ വെച്ചിട്ടൊന്ന് വലിച്ചു കൊടുക്കുക, ഒന്ന് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം. കണ്ടില്ലേ, ഇപ്പോൾ ഒരു പെറ്റലായി. ഇനി അതിൻ്റെ റൈറ്റിലൂടെയും ലെഫ്റ്റിലൂടെയും 2 പെറ്റൽസ് വീതം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ മുകളിൽ നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു പെറ്റലിൻ്റെ ഇത് കൊടുക്കാം. പക്ഷെ നമ്മൾ വീണ്ടും ആ പഴയ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് തന്നെ ഇത് കുത്തി ഇറക്കണം. കണ്ടില്ലേ, ഇതേപോലെ ഒരു വി ഷേപ്പിലിരിക്കും. ഇനി അതേപോലെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെയും നമുക്ക് ഇങ്ങനെ എടുക്കാം. എടുത്തതിന് ശേഷം ഇതിൻ്റെ ആ സെൻറ്ററിലേക്ക് നമുക്ക് തിരിച്ചു കുത്തിയെടുക്കണം. പക്ഷെ നമ്മളിത് കുത്തിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ആ പെറ്റൽ തിരിഞ്ഞൊന്നും പോകരുത്. കറക്റ്റ് ഷേപ്പ് നമുക്ക് വെള്ളം വെച്ചൊന്ന് വലിച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് താഴേക്ക് പുൾ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ വലിയൊരു ഫ്ലവർ എടുക്കുകയാണെങ്കിൽ മുകളിൽ 3 മതിയാവും, ഇല്ലെങ്കിൽ ഒരു പെറ്റലും കൂടെ നമുക്കൊന്ന് വലിച്ച് ഇതേപോലെ എടുത്തിട്ട് ആ സെൻറ്ററിലേക്ക് കറക്റ്റ് പൊസിഷനിലൂടെ താഴേക്ക് വലിച്ചെടുക്കാം. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമുക്ക് ഈ നെക്സ്റ്റ് പെറ്റൽസ് ഒക്കെ വരുന്നതിന് മുൻപായിട്ട് ഇതിൻ്റെ സെൻട്രൽ പോർഷൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു റോസ് ഫ്ലവറിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അറ്റം ആദ്യം ഒന്ന് ബേൺ ചെയ്തെടുക്കുക, ലോക്ക് ആയിക്കോളും. ഇനി അതിനുശേഷം ഇതേപോലെ ചുരുട്ടിയിട്ട് റിബൺ മടക്കി അതായത് പുറകിലേക്ക് ബാക്ക് സൈഡിലേക്ക് പുറത്തേക്ക് മടക്കി ഇങ്ങനെ ചുറ്റി എടുക്കുക. അപ്പം നമുക്കൊരു റോസ് ഫ്ലവറിൻ്റെ ഒരു പാറ്റേൺ കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ സെൻറ്ററിൽ വെക്കാനുള്ളതാണ്. അതായത് പെറ്റൽസ് ഒക്കെ കുറച്ച് അടുത്തടുത്തിരിക്കുമല്ലോ ഇതിൻ്റെ സെൻറ്ററിൽ. അപ്പോൾ ആ ഒരു ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ബാക്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഗ്ലൂ ഗൺ വെച്ച് നിങ്ങൾക്കൊന്ന് ഫിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഗ്ലൂ ഗൺ വെച്ച് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്താലും മതിയാവും. സ്റ്റിച്ച് ചെയ്താൽ കുറച്ചും കൂടെ ഭംഗിയും കുറച്ചും കൂടെ ആളും കൂടി ഇരിക്കും. അപ്പം അതേപോലെ ഒരു കാര്യം പറഞ്ഞു തരാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ റോസ് ഫ്ലവറിൻ്റെ പൊസിഷൻ, അതായത് നമ്മുടെ ഫ്രണ്ടിലോട്ടാണോ അതോ സൈഡിലേക്ക് ചരിഞ്ഞിരിക്കുന്ന ഫ്ലവർ ആണോ, അതിനൊക്കെ അനുസരിച്ച് വേണം നമ്മുടെ ഈ സെൻറ്ററിലുള്ള ആ ഒരു പോർഷൻ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൈഡിലേക്ക് ചരിഞ്ഞിരിക്കുന്നതിന് സൈഡിലേക്ക് വെച്ചിട്ട് വേണം അതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കി പെറ്റൽസ് ഒക്കെ അതിന് ചുറ്റും വരും. അപ്പോൾ നമുക്ക് പല സൈഡിലേക്ക് ചരിഞ്ഞിരിക്കുന്ന ഫ്ലവേഴ്സിൻ്റെ ഒരു ലുക്ക് കിട്ടും, അതായത് നാച്ചുറൽ ലുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം ബാക്ക് സൈഡിൽ നന്നായിട്ട് ലോക്ക് ചെയ്ത് മുറുക്കി കെട്ടി വെക്കുക. അതുപോലെ നമ്മൾ ഇതെല്ലാ പെറ്റൽസും ചെയ്ത് ഫ്ലവർ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴും നമ്മുടെ ബാക്കിൽ നന്നായിട്ട് എല്ലാം ഒന്ന് ലോക്ക് ചെയ്ത് പരസ്പരം ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ലൈറ്റർ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ബേൺ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കതെല്ലാം ഒന്ന് അതായത് ഒന്ന് ചൂടായി കരിഞ്ഞു വരുമ്പോൾ അതൊന്ന് സ്റ്റിക്കായിട്ട് കിട്ടും. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് ഫിക്സ് ആകും, പെട്ടെന്ന് അഴിഞ്ഞൊന്നും പോകത്തില്ല. ഇനി ഇതേപോലെ ഇപ്പം നമ്മൾ അറ്റാച്ച് ചെയ്ത പോർഷൻ്റെ താഴത്തെ സൈഡിൽ നിന്നും ഒന്ന് കുത്തി മുകളിലേക്ക് എടുത്തിട്ട് ഇതേപോലെ സൈഡിലേക്ക് ചരിഞ്ഞിരിക്കുന്ന ഒരു പെറ്റലായിട്ടാണ് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടില്ല, സൈഡിലേക്ക് ചരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫിംഗർ വെച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് നോക്കാം. അതിനുശേഷം ആ ഒരു ലൈനിൽ കൂടി തന്നെ താഴേക്ക് കുത്തിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഫിംഗർ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് കൊടുക്കുക. അത് ഫ്ലാറ്റായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
അതേപോലെ ഓരോ പെറ്റൽ ചെയ്യുമ്പോഴും അതിന് തൊട്ട് മുമ്പുള്ള പെറ്റൽ ഫ്ലാറ്റ് ആകാതെ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം, ഒന്ന് പൊക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ രണ്ട് സൈഡും ഞാൻ പിന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെ രണ്ട് സൈഡിലേക്ക് ഓരോരോ പെറ്റൽസ് വെച്ച് വീണ്ടും കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര വലിപ്പം വേണം, എത്ര ഷേഡ്, ഏത് രീതിയിലേക്ക് ചെരിഞ്ഞിരിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് ഈ പെറ്റലിന്റെ നീളത്തിന്, അതായത് കുത്തി ഇറക്കുന്ന ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ, അത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ കറക്റ്റ് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടണമെന്നൊന്നുമില്ല. ഓരോ പെറ്റലും കുറച്ച് വളഞ്ഞും അതേപോലെ ഫോൾഡഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഭംഗി. അങ്ങനെയുള്ളതിന് തന്നെയാണ്. എല്ലാ പെറ്റലും എന്തായാലും ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ. ഓക്കെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് പെറ്റൽ ഇതേപോലെ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് താഴെ കുറച്ച് പെറ്റൽസ് വരേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ നീളം നമുക്ക് കുറച്ച് ഒത്തിരി നീളം വേണ്ട. മുകളിലേക്ക് കൊടുത്ത അത്രയും നീളം നമുക്ക് വേണ്ട. കുറച്ച് ചെറിയ പെറ്റൽസ് ആയിട്ട് നമ്മുടെ അടിഭാഗത്ത് നമുക്ക് കൊടുക്കാം. അപ്പം അങ്ങനത്തെ താഴത്തെ എല്ലാ പെറ്റൽസും ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റെം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഗ്യാപ്പിൽ കൂടി നമുക്ക് ഒരു അഡീഷണൽ ഒരു പെറ്റലും കൂടെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പം നമുക്ക് അങ്ങനെ ഗ്യാപ്പ് കാണുന്നിടത്തൊക്കെ ഓരോരോ പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഒരു ഡബിൾ ലെയർ വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് നമ്മുടെ റോസ് ഫ്ലവർ നല്ല ഭംഗിയായിട്ട് ഓൾമോസ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഗ്യാപ്പും കൂടെ ഒരു പെറ്റലും കൂടെ ആഡ് ചെയ്തേക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മുടെ ഒലിവ് ഗ്രീൻ കളറിലുള്ള റിബൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ ലീവ്സും സ്റ്റെമ്മും ഒക്കെ ചെയ്യാം. അപ്പോൾ സെയിം കളർ തന്നെ നിങ്ങൾക്ക് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാ ലീവ്സിനും വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗ്രീനിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള ഇത് നമുക്ക് ലീവ്സും കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെറ്റലും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് ബാക്കി നമ്മുടെ ലീവ്സിലേക്ക് കടക്കാം. നമുക്ക് ബാക്കി വരുന്ന ആ പോർഷൻ കട്ട് ചെയ്ത് കളയണ്ട, അത് അവിടെ തന്നെ കിടക്കട്ടെ. നമുക്ക് ബാക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ഒലിവ് ഗ്രീൻ കളറിലുള്ള ഇതെടുത്തു. അപ്പോൾ ഇത് 0.75 ആണ് എൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ ഈ ഒരു അറ്റം ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. വേണമെങ്കിൽ ഒരു കെട്ടിട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഇങ്ങനെ സ്റ്റെം ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ ആദ്യം കാണിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ കുത്തി മുകളിലേക്ക് എടുത്തതിന് ശേഷം ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ. അപ്പോൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന് നാച്ചുറലി ഒരു സ്റ്റെം ആയി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് എംബ്രോയിഡറിയിലൊക്കെ ചെയ്യുന്ന പോലെ ഒത്തിരി ടൈമൊന്നും എടുത്ത് നമ്മുടെ സ്റ്റെം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു പെറ്റൽ കിട്ടിക്കഴിയും. അതേപോലെ തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആയി പോവോ നമ്മുടെ സ്റ്റെം എന്നൊന്നും പേടിക്കണ്ട. നമ്മൾ ഈ ലീവ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ടൈമിൽ അതൊന്ന് ജസ്റ്റ് വളച്ചൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. സ്ട്രെയിറ്റ് ആയി പോകത്തില്ല. അപ്പോൾ ലീവ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം നമ്മുടെ പെറ്റിലൊന്ന് നമ്മുടെ റിബൺ ഒന്ന് ഫ്ലാറ്റ് ആയിട്ട് പരത്തി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക നമ്മുടെ കുഷ്യന്റെ മുകളിലേക്ക്. അതിനുശേഷം നമുക്ക് എത്ര നീളം വേണോ ആ ഒരു സൈറ്റിൽ വെച്ചിട്ട് വേണം നമ്മൾ താഴേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് റിബണിലൂടെ തന്നെയാണ് നമ്മൾ നീഡിൽ താഴേക്ക് ഇറക്കുന്നത്, അല്ലാതെ കുഷ്യന്റെ മുകളിലൂടെ മാത്രമല്ല. കണ്ടില്ലേ, അപ്പൊ റിബണിന്റെ നടുക്കൂടെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് എത്ര നീളം വേണോ അതിനനുസരിച്ച് നമ്മളത് കുത്തിയിറക്കുക. കണ്ടില്ലേ സ്റ്റെമ്മിന്റെ. അപ്പൊ ഇതേപോലെ നമുക്ക് ബാക്കി കുറച്ച് ഫ്ലവേഴ്സും സ്റ്റെമ്മും കൂടെ ചെയ്തിട്ട് വരാം. കണ്ടില്ലേ, ഇതാണ് ഞാൻ കുറച്ച് ഓൾമോസ്റ്റ് ഫിനിഷ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ചെറിയ ഫ്ലവറും ഞാനിത് ചെയ്തിട്ടുണ്ട്. അതായത് ഇച്ചിരി സൈസ് കുറഞ്ഞിട്ടുള്ള ഒരു റിബൺ വെച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വീണ്ടും ചെറിയ ഒരു ഫ്ലവർ എങ്ങനെ ചെയ്യാമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഡിഫറൻസസ് ഒന്നും ഇല്ല, ജസ്റ്റ് നമ്മുടെ പെറ്റൽസിന്റെ നമ്പറൊക്കെ കൂടും എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്ന അതേ പാറ്റേണിൽ തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും, ചില ഈ ബ്രൗൺ കളറിൽ മുകളിൽ കാണുന്ന എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു റോസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്തതിൻ്റെ ഒരു ഷേപ്പ് അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് റൈറ്റ് സൈഡിലേക്ക് ചരിഞ്ഞിരിക്കുന്ന പോലെയാണ്. അപ്പം നമ്മളത് ആ സെൻറ്റർ പോർഷൻ എങ്ങനെ വെക്കുന്നോ അതിനനുസരിച്ചിരിക്കും അതിൻ്റെ പൊസിഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ 3 പെറ്റൽസ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ മൂന്നോ നാലോ അല്ലെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ മുകളിൽ ഒരു ചെറിയൊരു
ഹാഫ് സർക്കിൾ വരുന്ന രീതിയിൽ നമുക്ക് പെറ്റൽസ് ആദ്യം ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അതിൻ്റെ സെൻട്രൽ വെക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടാക്കണം. അപ്പോൾ സെൻട്രൽ വെക്കുന്ന പോർഷൻ ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. വേണമെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. അതായത് ചെറിയ റിബൺ വെച്ചാൽ നമുക്ക് കുറച്ച് പ്രയാസമാണ് ചെയ്യാനായിട്ട്. വലിയ റിബൺ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ റിബൺ പെട്ടെന്ന് അഴിഞ്ഞൊക്കെ പോവും. കണ്ടില്ലേ, ഈ ഒരു പാറ്റേൺ എൻ്റെ സെൻട്രൽ വെക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയൊരു റിബൺ വെച്ചിട്ട് ഇത് എങ്ങനെയാണെന്ന് ഒന്നും കൂടെ കാണിച്ചു തരാം. നമുക്ക് ഇതിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് ബേൺ ചെയ്തിട്ട് ഇതേപോലെ വട്ടത്തിലൊന്ന് ചുറ്റിയെടുക്കുക. അതിനുശേഷം ഓരോ തവണയും നമ്മൾ പുറകിലേക്ക് നമ്മൾ മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. റിബൺ പുറകിലേക്ക്, അതായത് പുറത്തേക്ക് മടക്കിയിട്ട് ഇങ്ങ് ചുറ്റിയെടുക്കുക, മടക്കിയിട്ട് ചുറ്റിയെടുക്കുക. അപ്പൊ അതാണ് നമ്മുടെ ആ ഒരു പാറ്റേൺ. അപ്പൊ കുറച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ 2 ഫിംഗറിന്റെ ഇടയ്ക്കായിട്ട് വെച്ച് പ്രസ് ചെയ്തിട്ട് ബാക്കി ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ പെട്ടെന്ന് അഴിഞ്ഞു പോകത്തില്ല. ഓക്കെ, ഇനി നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കറക്റ്റ് പൊസിഷൻ ഏതാണോ വേണ്ടുന്നത് ആ പൊസിഷൻ നോക്കി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ള പെറ്റൽ ഞാൻ ഇതേപോലെ കുത്തിയെടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, അതായത് ഒന്ന് വളഞ്ഞിരിക്കുന്ന ഷേപ്പ് വേണം. നമ്മൾ സൈഡിൽ കൊടുക്കുന്നതിനൊക്കെ ഇച്ചിരി വളഞ്ഞിരിക്കുന്ന ഒരു ഷേപ്പാണ് കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെ വളഞ്ഞിരിക്കുന്ന ഷേപ്പിൽ കൊടുത്തിട്ട് അതിനകത്തൂടെ തന്നെ കുത്തിയെടുക്കുക. അപ്പോൾ 2-3 തവണ ഇങ്ങനെ ക്രോസ് ആയിട്ട്, അതായത് ഈ നമ്മുടെ സെൻട്രൽ പോർഷന്റെ താഴെ വരുന്ന പെറ്റൽസ് ഒക്കെ കുറച്ച് ക്രോസ് ആയിട്ട് വരുന്ന രീതിയിൽ, അതായത് ഒരു വി ഷേപ്പിൽ വരുന്ന രീതിയിൽ, ഓവർലാപ്പിംഗ് രീതിയിൽ വേണം നമുക്ക് ഓരോ പെറ്റൽസും സൈഡ് ടു സൈഡോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന്റെ താഴേക്കുള്ള ബാക്കി ചെറിയ ചെറിയ പെറ്റൽസും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഗ്രീൻ പെറ്റൽസ് ഞാൻ ഉണ്ടാക്കിയത്. ചില ഡിഫറെന്റ് കളേഴ്സ് ഞാൻ ചെറിയ പെറ്റൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേരിയേഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഒരേ കളർ തന്നെ എല്ലാം ചെയ്താൽ അത്ര ഭംഗി വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ യൂസ് ചെയ്തത്. ഷെയ്ഡ്സ് നമുക്ക് പല ഷെയ്ഡ്സിലുള്ളത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതേപോലെ ഈ സെയിം കളറുള്ള റിബൺ ഉപയോഗിച്ചിട്ട് ഞാൻ ആദ്യം ഒരു പെറ്റൽ കാണിച്ചല്ലോ. അപ്പോൾ ആ സെയിം, അതായത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് പെറ്റൽ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതേപോലെയാണ് നമ്മുടെ ഒരു സിംഗിൾ അല്ലെങ്കിൽ 2 പെറ്റൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബഡ് ആയി കഴിഞ്ഞിരിക്കും. അപ്പോൾ മുകളിൽ ഞാൻ 2 ബഡിന്റെ ഷേപ്പ് വരച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് 2 പെറ്റൽ, അതായത് ആദ്യം ചെയ്തേക്കുന്ന ആ സെയിം പെറ്റൽ തന്നെ 2 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബഡായി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ മുകളിലൂടെ നമുക്ക് 2 സ്റ്റെമ്മും കൂടെ വെച്ച് കൊടുത്ത 2 പെറ്റൽസും കൂടെ അല്ലെ സെപ്പലും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ നമ്മുടെ ബഡ്സും ഉണ്ടാക്കാം. അത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. അതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് സ്കിപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് ചെറിയ അതായത് നമ്മുടെ ഇതിന്റെ ഇടയ്ക്ക് ഇച്ചിരി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് നോട്ട് കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു ഫ്ലവർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ നമ്മുടെ സ്റ്റെം ഉണ്ടാക്കിയ സെയിം പാറ്റേണിൽ 3 ചെറിയ സ്റ്റെം ഞാനിവിടെ ഉണ്ടാക്കുവാണ്. നന്നായിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് മുറുക്കി വെച്ചേക്കണം. എന്നിട്ട് ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ബേൺ ചെയ്ത് ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 3 സ്റ്റെം റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ സ്റ്റെം റെഡി ആയിട്ട് അതിന്റെ മുകളിലായിട്ട് ഫ്രഞ്ച് നോട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എംബ്രോയിഡറിയുടെ മാത്രമേ നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ നൂല് വെച്ചിട്ട്. പക്ഷെ നമുക്ക് ഈ ചെറിയ കണ്ടില്ലേ, ഈ ഒരു ചെറിയ ടൈപ്പ് സാറ്റിൻ റിബൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രഞ്ച് നോട്ട്സ് ചെയ്തെടുക്കാവുന്നതാണ്. അത് വളരെ ഈസി ആയിട്ട് ചെയ്യാതെ 2 തവണയാണ് ഞാൻ ചുറ്റിയെടുത്തിരിക്കുന്നത്. എന്നിട്ട് താഴേക്കോട്ട് ഇൻസേർട്ട് ചെയ്യുക. കണ്ടില്ലേ, ഇത് വലിച്ചെടുത്തതിന് ശേഷം 2 തവണ ആ നീഡിലിന് ചുറ്റും ഒന്ന് ചുറ്റിയെടുത്തിട്ട് താഴേക്ക് അതേപോലെ വലിച്ചെടുക്കുക. ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഇത് സാധാരണ എംബ്രോയിഡറി ചെയ്യാൻ അറിയാവുന്നവർക്കോ എല്ലാവർക്കും ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ഉള്ള ഒരു ടെക്നിക്കാണ്. പക്ഷെ നമ്മുടെ ഈ റോസ് ഫ്ലവേഴ്സിന്റെ ഇടയ്ക്ക് ഈ ഒരു പാറ്റേൺ വന്നാൽ കുറച്ച് ഭംഗിയായിട്ടിരിക്കും. സാധാരണ നിങ്ങൾ റഷ്യൻ മോഡൽസ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലവേഴ്സും അതുപോലെ ഇങ്ങനെയുള്ള ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വേണമെങ്കിൽ കോൺട്രാസ്റ്റ് കളേഴ്സും കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ കൊടുത്തതേ ഉള്ളൂ. ഇടയ്ക്ക് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ എംബ്രോയിഡറി പാറ്റേൺ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ കുഷ്യൻ കവറിലൊക്കെ ഭംഗിയായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ആര് വന്നാലും ചോദിക്കും ഇത് എവിടെ നിന്നാണെന്ന്. അതേപോലെ നല്ല ഗ്രാൻഡ് ലുക്കുള്ള ഒരു പാറ്റേൺ ആണിത്.
അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ കാണുക, ഇനി വരാനിരിക്കുന്നതൊക്കെ കാണുക. ഓക്കെ, അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്.